ജോലി നിർത്തിയിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എനിക്ക് കിട്ടും, അതൊക്കെ എനിക്ക് കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ചേട്ടൻ്റെ അടുത്ത് ജോലിയുടെ കാര്യം സെറ്റപ്പ് പറഞ്ഞപ്പോൾ 3 മാസം കൊണ്ടൊക്കെ അങ്ങനെ ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലുകാരൊക്കെ അങ്ങനെ അംഗീകരിക്കുമോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അതൊരു കോഴ്സാണല്ലോ നമ്മൾ പഠിച്ചെടുക്കുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലുകാർ അവരെ എടുക്കുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും വിശ്വാസമൊന്നും ആയില്ല. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് അവർ വിളിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഉണ്ടായിരുന്നു, ചേട്ടന് വിശ്വാസമായി. അപ്പോൾ കുഴപ്പമില്ലല്ലേ, എന്നാലും പഠിച്ച കാശ് പോയില്ലല്ലോ എന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം എന്നെ പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നൊരു താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു ചോയ്സാണിത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, മെഡിക്കൽ കോഡിങ്, അതൊക്കെ. കാരണം പലർക്കും പല പ്രൊഫഷനാണ് അവർക്ക് താല്പര്യപ്പെടുക. ചിലർക്ക് നല്ല താല്പര്യം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളവർക്ക് പറ്റിയൊരു ചോയ്സാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ച് നമുക്ക് ഇത്ര കാലയളവിനുള്ളിൽ ജോലി നേടാം. അത് നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റ് ആണത്. കാരണം ഞങ്ങളത് പഠിച്ചിറങ്ങിയ കാരണം കൊണ്ട് അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് ഉണ്ട്.